നമസ്കാരം. തമിഴക വെട്രിക്കഴകം തമിഴ്നാട്ടിൽ ഭൂരിപക്ഷം തെളിയിച്ചു കഴിഞ്ഞു. മുൻപ് ഇളയ ദളപതിയായിരുന്ന സ്വയം ദളപതിയായി അവരോധിച്ച ജോസഫ് വിജയ് ആണിപ്പോൾ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി. തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായ ജോസഫ് വിജയ് സന്നിഹിതനായിരുന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവായ ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മത്തെ ഇല്ലാതാക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ വാദം വീണ്ടും നിയമസഭയിൽ രേഖാമൂലം ആവർത്തിച്ചു. അതിന് ജോസഫ് വിജയ് നിശബ്ദനായിരുന്നു. ഇത്രയും കാര്യങ്ങൾ പ്രേക്ഷകരുമായി തത്വമൈ ന്യൂസ് തന്നെ പങ്കുവച്ചിരുന്നതാണ്. അതിൻ്റെ അനുരണങ്ങൾ, അതിൻ്റെ പ്രതികരണങ്ങൾ എല്ലാം തത്വമൈ ന്യൂസ് വിശദമായി തന്നെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നതാണ്. ഇപ്പോൾ പുതിയ സംഭവം ഉണ്ടായിരിക്കുന്നതും പ്രേക്ഷകർ അറിഞ്ഞു കാണും. തമിഴ്നാട് മധുരൈ നിയോജക മണ്ഡലത്തിൽ തമിഴക വെട്രിക്കഴകത്തിൻ്റെ MLA ആയ VMS മുസ്തഫ എന്ന വ്യക്തി ഇപ്പോൾ സനാതനധർമ്മത്തിനെ ഇല്ലാതാക്കുക എന്നുള്ളത് ഞങ്ങളുടെയും ഒരു ആശയമാണ്. കാരണം പെരിയാറും എല്ലാം ഞങ്ങളുടെയും ഒരു ആദർശ നേതാക്കളാണ്. അവരോട് ഞങ്ങൾ പോരാടി സനാതനധർമ്മത്തെ ഇല്ലാതാക്കുമെന്നൊരു പ്രസ്താവന യാതൊരു ലജ്ജയുമില്ലാതെ, യാതൊരു ശങ്കയ്ക്കുമിടയില്ലാത്ത വിധം, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അദ്ദേഹം നടത്തുകയുണ്ടായി. ഈ VMS മുസ്തഫ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. മധുരൈ മീനാക്ഷി അമ്മൻ കോവിലിരിക്കുന്ന നിയോജക മണ്ഡലത്തിലെ MLA ആണ് ഇദ്ദേഹം. ഇദ്ദേഹത്തേക്ക് ജയിപ്പിച്ച് വിട്ടവർ ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. കാരണം ഉള്ളിൽ ഇത്തരം ജിഹാദി മനോഭാവവുമായി നടക്കുന്നത് ഉദയനിധി സ്റ്റാലിൻ ഏതെങ്കിലും ഇവാഞ്ചലിസ്റ്റുകളുടെയോ അല്ലെങ്കിൽ പണ്ട് വാങ്ങിയ അരിച്ചാക്കിൻ്റെയോ നന്ദിയിൽ മാത്രമല്ല ഇത് പറയുന്നത്. അവർക്ക് BJP എതിർക്കുക എന്നുള്ളൊരാശയം മുന്നോട്ട് വെച്ച് മാത്രമേ DMKക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. അവരുടെ പിന്തുണക്കാരുടെ ഒരു പിന്തുണ തുടർന്നും അവർക്കുണ്ടാകണമെങ്കിൽ, പിന്തുണക്കാരെന്ന് ഞാൻ പറയുന്നത് സമ്മതിദായകരുടെ കാര്യമല്ല, പണമായും മറ്റേതെങ്കിലും തരത്തിലും അവരെ പിന്തുണയ്ക്കുന്ന ശക്തികളുടെ പിന്തുണ അവർക്ക് തുടർന്നും ഉണ്ടാകണമെങ്കിൽ BJPയെയും ഈ സനാതനധർമ്മത്തെയും എതിർത്ത് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇവാഞ്ചലിസ്റ്റുകളുടെ ആണെങ്കിലും ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ആണെങ്കിലും ഭാരതത്തെ സംബന്ധിച്ച് ആത്യന്തികമായ ലക്ഷ്യങ്ങളിലൊന്ന് ഭാരതത്തിൻ്റെ സംസ്കാരവും സനാതനധർമ്മവും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പിണിയാൾ മാത്രമാണ് ഉദയനിധി സ്റ്റാലിൻ. ഈ TVKയിൽ കടന്നുകൂടിയിരിക്കുന്ന ഈ ജിഹാദി VMS മുസ്തഫ എന്നുള്ള ഈ ജിഹാദി അടിസ്ഥാനപരമായിട്ട് ഒരു ഡീപ്പ് സ്റ്റേറ്റിൻ്റെയും ആളാകണമെന്നില്ല. അടിസ്ഥാനപരമായിട്ട് ഉള്ള ജിഹാദി തത്വശാസ്ത്രം ഉള്ളിൽ ചെറുപ്പം മുതലേ മതപഠനത്തിലൂടെ ഊട്ടിയുറപ്പിക്കപ്പെട്ട ഒരുവനായാൽ മാത്രം മതി ഇത്തരത്തിലൊരു ആശയം അയാളുടെ തലയിൽ ഉരുത്തിരിഞ്ഞു വരുവാൻ. അതുകൊണ്ട് അതിൻ്റെ ഒരു ബഹിർസ്ഫുരണം മാത്രമായിട്ട് ഇതിനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് വിമർശനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങളുടെ ആശയപരമായിട്ടുള്ള എതിരാളികളെക്കുറിച്ചാണ് ഇത് പറഞ്ഞത്, അല്ലാതെ അവരുടെ അനുയായികളെക്കുറിച്ചല്ല, ഞാൻ ഒരു മതത്തിനും എതിരല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു ട്വീറ്റ് ചെയ്തു. ഇത് നേരെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞതാണ്. അതിനൊരു വിശദീകരണം എന്നുള്ള തലത്തിൽ അദ്ദേഹം ഒരു ട്വീറ്റ് നടത്തി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മറ്റൊരു ട്വീറ്റ്. മധുര മീനാക്ഷി അമ്മൻ കോവിലിൽ ഉത്സവം നടക്കുന്ന സമയത്ത് ഡ്രെയിനേജ് പൊട്ടി ഒഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഞാനും എൻ്റെ ആളുകളുമാണ് അതിറങ്ങി വൃത്തിയാക്കി ഭക്തന്മാർക്ക് സഹായം ചെയ്തു കൊടുത്തത്. അതുകൊണ്ട് ഞാൻ നല്ലവനാണ്. പ്രാദേശികമായി അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്ത് ജനങ്ങളുടെ പ്രീതി സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് തന്നെ അത് വ്യക്തമാകും. അത് തന്നെയാണ് ഇവരുടെ ഒരു ചതി. കാരണം ഇങ്ങനെയാണ് തമിഴക വെട്രിക്കഴകം പോലുള്ള പാർട്ടികളിൽ അവർ കടന്നുകൂടുന്നത്. ഒരുപക്ഷെ BJPയിൽ പോലും അവർ കടന്നുകൂടിയിട്ടുണ്ടാകാം. കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് K. സുരേന്ദ്രനെ, അന്ന് അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്, അദ്ദേഹത്തെ വധിക്കുവാൻ പദ്ധതി തയ്യാറാക്കിയ ചിലരെ കാസർഗോഡ് നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. അതിലൊരാൾ BJPയുടെ ന്യൂനപക്ഷ മോർച്ചയിലെ അംഗമായിരുന്നു എന്ന് മാത്രമല്ല ഒരു പ്രമുഖ സ്ഥാനം വഹിച്ചിരുന്ന ഒരു വ്യക്തിയുമാണ്. ഏത് സ്ഥാനമാണെന്ന് ഞാൻ ഇപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഒരു 2 വർഷങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം എന്നാണ് എൻ്റെ ഓർമ്മ. 2 or 4 കോവിഡിന് മുമ്പാണ്, കോവിഡിന് മുമ്പാണ്. ഒരു 4 വർഷങ്ങൾക്കെങ്കിലും മുമ്പ് K. സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ വധിക്കുവാൻ പദ്ധതി തയ്യാറാക്കിയത് ന്യൂനപക്ഷ മോർച്ചയിൽ കടന്നുകൂടിയൊരു ജിഹാദിയായിരുന്നു. ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ ഇവർ എല്ലാ പാർട്ടികളിലേക്കും നടത്താറുണ്ട്. അതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണ ഏജൻസികളൊക്കെ പോലെ, ഈ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ ചെയ്യുന്നത് പോലെ കൃത്യമായിട്ടുള്ളൊരു പശ്ചാത്തല പഠനമോ അല്ലെങ്കിൽ ഒരു പശ്ചാത്തല പരിശോധനയോ ഒന്നും ഇവരെ സംബന്ധിച്ച് പൂർണ്ണമായും ചെയ്യുക എന്നുള്ളത് രാജ്യത്തെ ഒരു രാഷ്ട്രീയ കക്ഷിക്കും സാധ്യമായ കാര്യമല്ല. TVKയെ സംബന്ധിച്ച് അവരത് ചെയ്യുവാനും പോകുന്നില്ല. കാരണം തട്ടിക്കൂട്ടിയ ഒരു പാർട്ടി, അതിൽ പോക്സോ കേസിലെ പ്രതികൾ മുതൽ കള്ള് കച്ചവടവും മണി ചെയിൻ തട്ടിപ്പ് പിന്നെ ഒരു വലിയ തട്ടിപ്പല്ല. കാരണം നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പ്രമുഖ നേതാക്കളൊക്കെ അതിൽ പങ്കാളികളായിരുന്ന ഒരു സാംസ്കാരിക സംരംഭമാണ് മണി ചെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള തട്ടിപ്പുകളും നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതിയായ ആളുകളാണ്
TVKയുടെ തമിഴക വെട്രിക്കഴകത്തിൻ്റെ MLAമാരായി ജയിച്ചു വന്നിരിക്കുന്നത്. ചില IASകാരും പൂർവ്വ എഞ്ചിനീയർമാരും എല്ലാമുണ്ട്, വിജയുടെ ഡ്രൈവറുണ്ട്. പക്ഷേ കൂടുതൽ ക്രിമിനലുകളുണ്ട് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. പലരും അവരുടെ പേരിലുള്ള FIRകളും കുറ്റകൃത്യങ്ങളും എല്ലാം മറച്ചു വെച്ചതിൻ്റെ പേരിൽ ഒരു കേസ് ഇപ്പോഴും കോടതിയിൽ നടക്കുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ മുൻപാകെ പരാതിയായി തന്നെ എത്തപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു ക്രിമിനലാണോ മുസ്തഫ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഇതുവരെ ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതായിട്ട് അറിയില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ക്രിമിനലിനേക്കാളും ഭയാനകമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുവാൻ കഴിവുള്ള ജിഹാദിസം എന്നുള്ളൊരു ആശയം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ VMS മുസ്തഫ. VMS മുസ്തഫ ഒറ്റയ്ക്കൊരു ജിഹാദിയാണോ? അല്ല. ഇത്തരത്തിലുള്ള ജിഹാദികൾ ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കില്ല. അഥവാ ആ പറയുന്ന ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്ന വേളയിൽ അവർക്ക് പിന്നിൽ ഒരു ശക്തിയുമില്ലാതെ അവരവർ അടിസ്ഥാനപരമായിട്ട് കുട്ടിക്കാലം മുതൽ തന്നെ പഠിച്ചു വന്ന മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ മതപഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരത്തിലൊരു ഭീകരവാദ ആശയം മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ കൂടി അടുത്ത നിമിഷം മുതൽ അവരുടെ പിന്നിൽ അണിനിരക്കുവാനായി ശക്തരായ ആളുകൾ ഉണ്ടായി വരും. അതാണ് ഈ ജിഹാദിസത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ മതഭീകരവാദത്തിൻ്റെ, ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി തമിഴ്നാട്ടിൽ സനാതനധർമ്മം ഒരു അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദ്രാവിഡ മുന്നേറ്റ കഴകം MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ തമിഴ്നാട് ഭരിച്ചിരുന്നപ്പോൾ തന്നെ തിരുപ്പുറംകുன்றம் പോലുള്ള നിരവധി സംഭവങ്ങൾ SDPIയുടെ നേതൃത്വത്തിൽ ഹിന്ദുക്കൾക്കെതിരെ അവിടെ നടന്നിരുന്നു. അതിന് സർക്കാരിൻ്റെ നിശബ്ദവും പ്രത്യക്ഷവുമായ പിന്തുണകൾ പല അവസരത്തിലും ഉണ്ടായിരുന്നു. അത്തരണത്തിൽ ഇത്തരത്തിലുള്ള ജിഹാദികൾ കടന്നുകൂടിയിരിക്കുന്ന ഒരു സർക്കാരിനെ, താങ്ങി നിർത്തുന്ന ഒരു സർക്കാരിനെ, അതും ഒരു ന്യൂനപക്ഷ സർക്കാരിനെ, ന്യൂനപക്ഷമെന്ന് ഞാൻ പറയുന്നത് മൈനോറിറ്റി ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ന്യൂനപക്ഷ സമ്മർദ്ദമല്ല ഞാൻ പറയുന്നത്, ഒരു കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷത്തിന് വേണ്ട അംഗസംഖ്യ ഇല്ലാത്തൊരു സർക്കാരിൽ എന്തെല്ലാം ചെയ്യിപ്പിക്കുവാൻ ഈ ജിഹാദികൾക്ക് സാധിക്കും? ആലോചിച്ച് നോക്കൂ. തിരുപ്പുറംകുன்றம் പോലുള്ള പുണ്യസ്ഥലങ്ങൾ ഒരുപക്ഷെ പൂർണ്ണമായും തന്നെ സികന്ദർ മലയായി മാറ്റപ്പെടുവാനും, ഒരുപക്ഷെ കോടതിയുടെ ഇടപെടലില്ലായിരുന്നെങ്കിൽ ഇതിനു മുൻപേ തന്നെ സികന്ദർ മല എന്നുള്ള നാമം തിരുപ്പുറംകുன்றത്തിന് വന്നു ചേർന്നതിനെ. കോടതി ശക്തമായി അങ്ങനെ യാതൊരു പ്രവൃത്തിയും ചെയ്യുവാൻ പാടില്ല എന്ന താക്കീതോടുകൂടിയ ഉത്തരവ് നൽകിയത് കൊണ്ട് മാത്രമാണ് ഇന്നും തിരുപ്പുറംകുன்றമായി തന്നെ ഹിന്ദുക്കളുടെ ആരാധനാലയം എന്നുള്ളൊരു ചരിത്രപരമായിട്ടുള്ളൊരു പശ്ചാത്തലത്തിലെങ്കിലും നിലകൊള്ളുന്നത്. ആരാധനാ സംബന്ധിയായിട്ടുള്ള നിരവധി തർക്കങ്ങൾ ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. കോടതിയുടെ ഉത്തരവിനെ ലംഘിച്ചു പോലും മറ്റ് മതക്കാർക്ക്, അതായത് ഇസ്ലാമികർക്ക് അവിടെ ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം DMK തുറന്ന് ചെയ്തു കൊടുത്തിരുന്നു. കോടതി അതിനെ നിശിതമായി വിമർശിച്ചപ്പോൾ വിമർശിച്ച സ്വാമിനാഥൻ എന്ന ന്യായാധിപനെ ഇംപീച്ച് ചെയ്യുവാനുള്ള ശ്രമം പോലും DMK നടത്തിയിരുന്നു. അത്തരത്തിലായിരുന്നു DMKയുടെ പ്രീണനം. DMK പോലുള്ള ഇവാഞ്ചലിസ്റ്റുകളുടെ കയ്യിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ജിഹാദികളെ ഇത്തരത്തിൽ പ്രീണിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ TVK പോലെ ജിഹാദികൾ ഉള്ളിൽ നുഴഞ്ഞു കയറി സ്വാധീനം ചെലുത്തിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ഏത് തരത്തിലായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? സനാതനധർമ്മത്തിനെതിരെയും ഹിന്ദുമത വിശ്വാസികൾക്കെതിരെയും എത്തരത്തിലുള്ള ധ്വംസന പ്രവർത്തനങ്ങളായിരിക്കും അവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. അടിസ്ഥാനപരമായിട്ട് തമിഴ്നാട് ഒരു പശ്ചിമ ബംഗാളോ കശ്മീരോ ആകുവാനുള്ള പുറപ്പാടിലാണ്. നല്ല ആഴ്ച എന്ന് തമിഴിൽ പറയുമല്ലോ, നല്ല ഭരണം കാഴ്ചവെക്കൂ എന്നുള്ള വാഗ്ദാനം നൽകി അധികാരത്തിലെത്തിയ, അല്ലെങ്കിൽ ഒരു 107 സീറ്റ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അധികാരത്തിലെത്തിയ വിജയ് അധികാരത്തിലെത്തിയത് ഉടനെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കയറിക്കൂടുവാൻ വേണ്ടി ചെയ്ത പ്രവർത്തികൾ കാണുമ്പോൾ തന്നെ അടിസ്ഥാനപരമായി അദ്ദേഹവും ഒരു രാഷ്ട്രീയക്കാരിൽ നിന്നും ഇതുവരെ തമിഴ്നാട് കണ്ട അഴിമതിക്കാരായിട്ടുള്ള DMK ആകട്ടെ AEADMK ആവട്ടെ അവരിലുള്ള രാഷ്ട്രീയക്കാരിൽ നിന്നും, ജയലളിതയുടെയും MGRൻ്റെയും കാര്യമല്ല ഞാൻ പറയുന്നത്, അണ്ണാദുരയുടെയും കാമരാജിൻ്റെയും കാര്യമല്ല ഞാൻ പറയുന്നത്, പനീർ സെൽവത്തിൻ്റെയും എടപ്പാടി പളനിസ്വാമിയുടെയും MK സ്റ്റാലിൻ്റെയും ഉദയനിധി സ്റ്റാലിൻ്റെയും ദുരൈമുരുകൻ്റെയും കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിലുള്ള അഴിമതിക്കാരിൽ നിന്ന് ഒട്ടും വ്യത്യസ്തനല്ല താൻ എന്ന് കൃത്യമായി തെളിയിച്ചു. കാരണം സഖ്യകക്ഷികളിൽ നിന്ന് ഉള്ള MLAമാരെ പിളർത്തിയെടുത്ത് അവർക്ക് പണം നൽകി എന്നുള്ള ആരോപണം നേരിട്ട് ആദ്യ ദിവസങ്ങളിൽ തന്നെ നേരിട്ട് കൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഭൂരിപക്ഷം ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ മോറലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, എന്തിനും വഴങ്ങിക്കൊടുക്കുവാൻ, അധികാരം നിലനിർത്തുവാൻ വേണ്ടി എന്ത് വിട്ടുവീഴ്ചകളും ചെയ്യുവാൻ തയ്യാറായിട്ടുള്ളൊരു വ്യക്തി ഇത്തരത്തിലുള്ള ജിഹാദി ശക്തികൾക്ക് വേണ്ടി എന്ത് തന്നെ വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കുകയില്ല. പ്രത്യേകിച്ച് അവരുടെ ശക്തി, അവരുടെ എണ്ണം, MLAമാരുടെ എണ്ണം അദ്ദേഹത്തെ താങ്ങി നിർത്തുന്നതിൽ ഒരു പ്രധാന ഘടകമായി ഭവിക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തായാലും തമിഴ്നാട് പശ്ചിമ ബംഗാളാകുമോ കശ്മീരാകുമോ അതോ അസാം ആകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.
ഈ ഞാൻ ഈ പറഞ്ഞ 3 സംസ്ഥാനങ്ങളിൽ ഏത് തന്നെ ആയാലും അവിടെ നിന്ന് കൃത്യമായിട്ട് ഒരു ആർട്ടിക്കിൾ 370 എടുത്തു കളയുവാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഒരു സുവേന്ദു അധികാരി ഒരു പക്ഷേ ഉയർന്നു വന്നേക്കാം, അല്ലെങ്കിൽ ഹിമന്ത ബിസ്വ തന്നെ ഉയർന്നു വന്നേക്കാം. പക്ഷേ അത്തരത്തിലൊരു താരോദയം ഉണ്ടാകുന്നത് വരെ തമിഴ്നാട്ടിലെ ഹിന്ദുക്കളുടെ കാര്യം ഒരുപക്ഷെ വളരെ ദുരിതപൂർണമായൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് നാം നിസ്സഹായരായി കാണേണ്ട ഒരവസ്ഥയുണ്ടായേക്കാം. അതിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിനനുസരിച്ച് അത് സംബന്ധിച്ച വിശകലനങ്ങളുമായി വീണ്ടും കാണാം. നിങ്ങളുടെ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളെ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.